മഴത്തോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയും മനുവും തമ്മിൽ കട്ട റൊമാൻസ് ആയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ ഇത്. മനു അലീനയ്ക്ക് ഇളനീർ കൊടുത്തപ്പോൾ അവൾ അത് കുടിക്കുന്നില്ല. എന്താ കുടിക്കാത്തത് എന്ന് മനു ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് കുടിക്കാമെന്ന് അലീന പറഞ്ഞു. മനുവിന് സമ്മതം. രണ്ടാളും കൂടി കൈയൊക്കെ കോർത്ത് ഇളനീർ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഇത് വെട്ടിക്കോ, കരിക്കെടുത്തോ എന്ന് പറഞ്ഞ് അവരാ കരിക്കൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് കയറി. വണ്ടിയിലിരിക്കുമ്പോൾ മനു അലീനയെ നോക്കി ചോദിച്ചു, അലീന നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? നിന്നോട് കൃഷ്ണമോള് പറഞ്ഞല്ലോ ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന്, നീ സുന്ദരിയായിട്ടുണ്ട് എന്ന്. സത്യം പറഞ്ഞ എനിക്കും അത് പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടാ മതി കേട്ടോ. ഇത് കേട്ടപ്പോ അലീന പറയുന്നത്, സത്യമായിട്ടും മനുവേട്ട ഇതൊക്കെ ഇട്ടിട്ട് എനിക്കൊരു അസ്വസ്ഥതയാണ്. ഞാൻ ഇങ്ങനെ പളപളാ മിനുങ്ങുന്ന വസ്ത്രങ്ങളൊന്നും ഇട്ട് ശീലമില്ലല്ലോ. പിന്നെ മനുവേട്ടന്റെ കൂടെ വരുമ്പോൾ ഞാൻ എങ്ങനെയാ സാധാരണ പോലെ വരുന്നത്? മനുവേട്ടന്റെ സ്റ്റൈലൊക്കെ എനിക്കറിയാം. അപ്പോ അതിന്റെ ഒപ്പമെങ്കിലും എനിക്ക് എത്തണ്ടേ? മനുവേട്ടന് ഒരു കുറച്ചിലുണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഡ്രസ്സ് ഇട്ടത് എന്നൊക്കെ പറയും. മനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആണോ, അതിനായിരുന്നോ? എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. അലീനക്കപ്പോ ഒരു പേടി. അല്ല മനുവേട്ടാ, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട അവർ ഞെട്ടില്ലേ? എന്തിനാ അവർ ഒരുമിച്ച് വന്നത് എന്ന് അവർ ചിന്തിക്കില്ലേ? ഇതുവരെ മനു ഇങ്ങനെ കൂടെ വന്നിട്ട് പോരാതെ മനു ജോലിക്കൊന്നും പോവാതെ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ സമയം കളയുമ്പോൾ പിന്നെ അവരെന്ത് കരുതുമെന്നതായിരുന്നു അലീനയുടെ വേവലാതി. അന്നേരം മനു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അതിനിപ്പോ എന്താ, നമ്മളെ കല്യാണം കഴിഞ്ഞു വരികയാണെന്ന് അവരങ്ങോട്ടേക്ക് കരുതിക്കോട്ടെ. അലീനക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോഴൊന്ന് നാണം വന്നു. മനുവിനെ നിന്ന് പാളി നോക്കി. മനു ചിരിച്ചു. എടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ. ഞാൻ ചുമ്മാ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാണ്. എനിക്ക് അവരെ പണ്ടേ അറിയാവുന്നവരല്ലേ. രേവതിക്കുട്ടിയൊക്കെ എനിക്ക് സ്വന്തം അനിയത്തിയെ പോലെയാണ്. അതൊന്നും സാരമില്ല. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അല്ല നീയും രേവതിക്കുട്ടിയും അനാഥാലയത്തിൽ വെച്ച് കണ്ടതാണല്ലോ. നിങ്ങൾ അത്രക്ക് കൂട്ടാണോ? ഇത് കേട്ടതും അലീനയുടെ കണ്ണൊന്ന് നിറഞ്ഞു. അവൾ പറയുന്നുണ്ട്, കൂടപ്പിറപ്പുകളുടെ സ്നേഹമോ അച്ഛനമ്മമാരുടെ സ്നേഹമോ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും എനിക്ക് അവൾ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. എൻ്റെ രക്തമല്ലെങ്കിലും എൻ്റെ ചിന്നുകുട്ടിയും എൻ്റെ രേവതി മോളൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ്. ഞാൻ അനാഥാലയത്തിലെത്തിയപ്പോൾ അവർ അവിടെ ഇല്ലായിരുന്നു. എനിക്കൊരു 3 വയസ്സായപ്പോഴാണ് അവർ അവിടെ വരുന്നത്. ഒരു കൈക്കുഞ്ഞായിരുന്നു അവൾ. അന്നേ എനിക്ക് അവളെ എടുക്കാനൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു എന്നോ. ഞാനാണ് അവളെ വളർത്തിയത്. അവളുടെ അമ്മയാണെന്നോ ചേച്ചിയാണെന്നോ കൂട്ടുകാരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർവചനമില്ല. ഞാനും രേവതിക്കുട്ടിയും ചിന്നുകുട്ടിയും പിന്നെ അവിടുത്തെ പ്രായമായവരെയൊക്കെ നോക്കലായിരുന്നു ഞങ്ങളുടെയൊക്കെ പണി. എൻ്റെ സങ്കടം അവർക്കും അവളുടെയൊക്കെ സങ്കടം എനിക്കും മനസ്സിലാവും. ആ ബന്ധം പറഞ്ഞ ആർക്കും മനസ്സിലാവുന്നില്ല മനുവേട്ട. ഞാൻ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൽ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എൻ്റെ അമ്മയുടെ സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുടുംബത്തെക്കാൾ എത്രയോ നല്ലതായിരുന്നു ഞങ്ങളുടെ ആ ഒരു സ്നേഹനികേതൻ എന്ന്. അവിടെ ബ്രജിത്താമമ്മ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ അലീന തൻ്റെ പഴയ കഥകൾ മനുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. മനു അത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടേയിരുന്നു. ഈ സമയത്തന്നെ രേവതിക്കുട്ടി ഒന്നും അറിയുന്നില്ല. അലീന വരുന്നത് ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും. നേരെ പാലാരിവട്ടത്തേക്ക് ഗ്രേസ്യാമ്മയുടെയും മാമച്ചൻ്റെയും വീട്ടിലെൻ്റെ മുന്നിൽ വണ്ടി വന്ന് നിർത്തി. വണ്ടിയിൽ നിന്ന് മനു ഇറങ്ങിയിട്ട് വാ ഇറങ്ങിയെന്ന് അലീനയോട് പറഞ്ഞപ്പോൾ അലീനക്കൊരു മടി. മനു കൂടെയുള്ളത് കൊണ്ടായിരിക്കും അലീനക്കൊരു ചമ്മൽ. എങ്കിലും രണ്ടാളും കൂടി ഡോറിനടുത്തേക്ക് ചെന്ന് ബെല്ലടിച്ചു. വാതിൽ തുറന്ന് രേവതിക്കുട്ടി അങ്ങ് ഞെട്ടിപ്പോയി. ഇതെന്താ അലീന ചേച്ചി പറയാതെ വന്നത് എന്ന് ചോദിച്ച് അവൾ ഓടി വന്നിട്ട് അലീനയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. മനു ഇതൊക്കെ തന്നെ നോക്കി നിന്ന് കൈ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ഇവിടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? അന്നേരം രേവതിക്കുട്ടി പറഞ്ഞു, അയ്യോ മനുവേട്ടാ, കണ്ടു. പക്ഷേ അലീന ചേച്ചി വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തേനെ? അലീന പറഞ്ഞു, എടി അതുകൊണ്ടല്ലേ ശനിയാഴ്ച നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്കിന്ന് കോളേജില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ ആ ബഹളമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലേ? രേവതിക്കുട്ടി ചിരിച്ചു. ഞാൻ പഴയ രേവതി തന്നെയാണ്. അല്ല, അലീന ചേച്ചിക്ക് നല്ല മാറ്റമുണ്ടല്ലോ. പിന്നെ ഈ ഡ്രസ്സൊക്കെ സൂപ്പറാണ്. ഇതാര് വാങ്ങിത്തന്നതാ? അലീന പറഞ്ഞു, ഇതെനിക്ക് അച്ഛൻ വാങ്ങിച്ചെന്നതാണെന്ന് പറയും. കൊള്ളാം, വന്നേ, അകത്തേക്ക് കയറി വന്നേ. അവിടെ ഗ്രേസി ആന്റിയും മാമച്ചനും എല്ലാവരും ഉണ്ട്. രേവതി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. മാമച്ചായൻ വന്നിട്ട് അവരെ സ്വീകരിച്ചു. മനുവിനെ കണ്ടതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഗ്രേസി ആന്റി വന്നിട്ട് എല്ലാവരെയും സൽക്കരിച്ചു. രേവതി കുടിക്കാൻ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ മനുവിനോട് അവർ തിരക്കി ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്നോ എന്ന്. വർക്കുണ്ടായിരുന്നു, പക്ഷേ അലീനയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി. നിങ്ങളെയൊക്കെ ഇന്ന് കാണാമല്ലോ. അന്നേരം മനു രേവതിയെ അങ്ങ് കളിയാക്കി. പിന്നെ നിന്നെ കാണാതെ പോകാൻ പറ്റുമോ? വേണമെങ്കിൽ എനിക്ക് മുറ്റം വരെ ഒന്ന് വന്നു പോവാമായിരുന്നു. പക്ഷേ രേവതിക്കുട്ടിയെ കാണാതെ ഞാൻ പോയി കഴിഞ്ഞാൽ മനുവേട്ടന് പഴയ സ്നേഹമില്ലെന്ന് അവൾ പറയില്ലേ? രേവതിക്കുട്ടിയും അത് സമ്മതിച്ചു. പറയും, അങ്ങനെ തന്നെ ഞാൻ പറയും. പക്ഷേ ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്തു തോന്നുമെന്ന് പേടിച്ചിട്ടാണെന്ന്. അലീന അന്നേരം തന്നെ തിരുത്തി.
എന്റെ പൊന്നു രേവതി, ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല. മനുവേട്ടന് ജോലിയുള്ളതല്ലേ, അത് മുടക്കി എന്നെ കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞതായെന്ന് പറയും. അപ്പോഴേക്കും ഗ്രേസി ആന്റി ഇടപെട്ടു. ശരി ശരി, നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നേ. അങ്ങനെ അവർ അകത്തേക്ക് പോയപ്പോൾ ഗ്രേസിയാമ്മ മാമച്ചനോട് പറയാണ്, നോക്കിക്കേ, രണ്ടാളും കൂടെ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാ. കുടുംബത്തിലുള്ളവർ തന്നെയാണല്ലോ. ആ ചെറുക്കന് അവളോട് ഒരു ഇഷ്ടമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവന്റെ ആ ഒരു നോട്ടം കണ്ടാൽ തന്നെ അറിയില്ലേ, അവളെ ഇവിടെ കൊണ്ടുവിടാനും ഇവിടെ വന്ന് നിൽക്കാനും ഒക്കെ അവന് താല്പര്യമുണ്ട്. മാമച്ചായൻ പറഞ്ഞു, അതിനിപ്പോ എന്താ, അവർ മുറപ്പെണ്ണും മുറച്ചെക്കനുമല്ലേ. ആ പെണ്ണിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അത്ര നല്ല ഭംഗിയുള്ള പെണ്ണല്ലേ, അത്ര നല്ല സ്വഭാവമല്ലേ. പിന്നെ വൈജയന്തിന്റെ മോളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് വിവാഹം കഴിക്കുന്നതിൽ ആർക്കും കുഴപ്പമൊന്നും കാണില്ല. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പുറത്ത് അലീനയും രേവതിക്കുട്ടിയും മനുവും തമ്മിലുള്ള സംസാരമായിരിക്കും. രേവതിക്കുട്ടി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, അലീന ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫോണിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാതിരുന്നതാണ്. ചേച്ചിക്ക് ചേച്ചിയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കിട്ടിയില്ല. അതുപോലെ തന്നെ ഞാനും എന്റെ ജന്മം നൽകിയ അച്ഛനെ കണ്ടു. അത് കേട്ടപ്പോ അലീന അത്ഭുതത്തോട് ചോദിച്ചു, ആണോ മോളെ, സത്യാണോ? രേവതിക്കുട്ടി വിവരിച്ചു. ഒരു വൃദ്ധൻ ഇവിടെ വന്നിരുന്നു എന്നെ അന്വേഷിച്ച്. ആദ്യം ദേശീയ ആന്റി മടക്കി അയച്ചു. രണ്ടാമത് വന്നപ്പോൾ എന്നെ അവർ കൊണ്ടുപോയി കണ്ടു. ചേച്ചി, എന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ഇത് കേട്ട് അലീനയും മനുവും ഒന്ന് ഞെട്ടിപ്പോയി. മനു ബാക്കി ചോദിച്ചപ്പോൾ രേവതിക്കുട്ടി അങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്റെ അമ്മ മരിക്കാൻ കാരണം എന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനും അച്ഛന്റെ വീട്ടുകാരും എന്റെ അമ്മയെ ജാതിയുടെയും പണത്തിന്റെയും പേരിൽ അങ്ങ് പുറത്താക്കി. അമ്മ മരിച്ചതിന് ശേഷമാണ് എന്നെ അനാഥാലയത്തിലാക്കിയത്. എന്റെ അമ്മ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അനാഥയാകത്തില്ലായിരുന്നു. അച്ഛൻ അമ്മയെ വഴക്കിടുകയും വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. വിഷമം താങ്ങാനാവാതെ എന്റെ അമ്മ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയട്ടെ രേവതിക്കുട്ടി. ആ അച്ഛനെ എനിക്ക് കാണണ്ട, എനിക്ക് പറ്റില്ല ചേച്ചി. അലീന അവളെ സമാധാനിപ്പിച്ചു. മോളെ, നീ കരയാതെ. അവർ എന്ത് തെറ്റ് ചെയ്താലും നിനക്ക് ജന്മം നൽകിയ നിന്റെ സ്വന്തം അച്ഛനല്ലേ. ആ ബന്ധം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നെ നോക്കുമോളെ, എന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ എന്നെ ചവിട്ടി പുറത്താക്കി, എന്നെ കുറെ പണിയെടുപ്പിച്ചു. എന്നിട്ടും ഞാൻ കാത്തിരിക്കുന്നത് അവരെന്നെ മോളെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നീ നിന്റെ കടമ മറക്കരുത്. പക്ഷേ രേവതിക്കുട്ടി അതിനൊന്നും സമ്മതിച്ചില്ല. ഇല്ല ചേച്ചി, അമ്മയെ കൊന്നവരുടെ മുന്നിൽ എനിക്കിനി പോവണ്ട. ഗ്രേസിയാന്റെയും മാമച്ചനും എന്നെ സ്വന്തം മോളെ പോലെയാണ് പഠിപ്പിക്കുന്നത്. ജോലിക്ക് വന്ന എന്നെ അവർ സ്വർണം തന്ന് പഠിപ്പിച്ച് ഇപ്പതേ ഇതുപോലെ വളർത്തുന്നു. അവരോട് നന്ദികേട് കാട്ടി എനിക്കിനി അങ്ങോട്ടേക്ക് പോവാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കരയാണ്. അലീന പറയുന്നുണ്ട്, ഒരിക്കലും അവരെ മറക്കണമെന്നല്ല മോളെ ഞാൻ പറയുന്നത്. പക്ഷേ നിന്റെ അച്ഛൻ മരണക്കിടക്കയിലാണെങ്കിൽ നീ പോയി അവരെ കാണണം. ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ നെടുമ്പരക്കൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അലീന ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പണി ചെയ്യാനൊന്നും ആരുമില്ല. കൃഷ്ണമോളും രോഹിത്തും ബബിതയും ഒന്നും ചെയ്യുന്നുമില്ല. ബാലചന്ദ്രൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അലീന ഇല്ലാത്തതിന്റെ കുറവ് എല്ലാവരിലും അറിയുന്നുണ്ട്. വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനായിരിക്കുന്നു. അവർ നെടുമ്പരക്കിലേക്ക് പോവില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി. അപ്പൊ പിന്നെ വൈജയന്തി പിന്നെ എങ്ങോട്ടേക്ക് പോവും? കമലയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ വൈജയന്തിയുടെ തീരുമാനം എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന വൈജയന്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ നെടുമ്പരക്കൽ തന്നെ പോവാൻ കഴിയില്ല എന്ന് കടുപ്പിച്ചു പറഞ്ഞു. എന്നെ കൊലക്ക് കൊടുത്ത ആ ഒരു വീട്ടിലേക്ക് ഇനി ഞാനില്ല എന്ന അവരുടെ വാശിക്ക് മുന്നിൽ ബാലചന്ദ്രൻ അങ്ങ് തളർന്നുപോയി. ഒടുവിൽ മനുവിന്റെ ഇടപെടൽ അവർക്കായി ഒരു ചെറിയ വാടക വീട് തന്നെ ശരിയാക്കി കൊടുത്തു. അവിടെ അവരെ ശുശ്രൂഷിക്കാൻ അലീന എത്തുന്നുണ്ടെങ്കിലും വൈജയന്തി ഇപ്പോഴും അവളെ വെറും ഒരു വേലക്കാരിയെ പോലെയാണ് കാണുന്നത്. വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടായിരിക്കട്ടോ അലീനയെ നിർത്തുന്നത്. പക്ഷേ അലീനയുടെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, തന്റെ അമ്മയുടെ മനസ്സിലെ ആ കടുപ്പം എന്നെങ്കിലും ഒന്ന് അലിയിച്ച് കളയണമെന്ന്. ഇതേ സമയം തന്നെ പാലാരിവട്ടത്ത് രേവതിക്കുട്ടിയുടെ ജീവിതം മറ്റൊരു വഴിത്തിരയിലേക്ക് മാറുകയാണ്. അലീന പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു കനലായി അവശേഷിക്കുന്നു. തന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുകയാണെന്ന വാർത്ത അവളെ തേടിയെത്തുമ്പോൾ ഗ്രേസി ആന്റിയും മാമച്ചനും അവളെ നിർബന്ധിച്ച് അച്ഛന്റെ അടുത്തേക്ക് അയച്ചു. അവിടെ വെച്ച് തന്റെ അച്ഛന്റെ രണ്ടാം വിവാഹത്തിലെ മക്കളെ കാണുന്ന രേവതിക്കുട്ടിക്ക് അവരോട് ദേഷ്യത്തിന് പകരം സഹതാപമാണ് തോന്നുന്നത്. അച്ഛന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകിക്കൊണ്ട് തന്നെ രേവതിക്കുട്ടി തന്റെ തകർന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു. നെടുമ്പരക്കൽ വീട്ടിലാവട്ടെ അലീന പോയതോടുകൂടെ തന്നെ ബബിതയുടെയും രോഹിത്തിന്റെയും തനി നിറമങ്ങ് പുറത്തു വന്നു. വീട്ടു ജോലികൾ ചെയ്യാൻ വയ്യാതെയും ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയും ബബിതയെ തളർന്നു നിന്നു. അലീന എത്രമാത്രം ആ വീടിന് താങ്ങായിരുന്നു എന്ന് ബാലചന്ദ്രൻ അവരെല്ലാവരെയും ഓർമ്മിപ്പിച്ചു. വൈജയന്തിയുടെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ മനംനൊന്ത് മനു ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. അലീനയെ തന്റെ ജീവിത പങ്കാളിയാക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. മനുവിന്റെ ഈ ധീരമായ തീരുമാനം വൈജയന്തിയെ എങ്ങനെ ബാധിക്കും? അലീനയുടെ അമ്മ എന്നെങ്കിലും അവളെ മകളായി അംഗീകരിക്കുമോ? അതായത് വൈജയന്തി എന്നെങ്കിലും അലീനയെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുമോ?
അതുപോലെ രേവതിക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് സച്ചി കടന്നു വരുന്നത് എങ്ങനെയൊക്കെയായിരിക്കുമെന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.